നോക്കിയല്ല, അർഹത നോക്കി വേണം അധികാരവും പദവിയും കൈമാറേണ്ടതെന്ന ചാണക്യവാക്യം മുഖവിലക്കെടുത്താൽ തീരെ അർഹതയില്ലാത്ത പലരും വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ അംഗങ്ങളായി സർക്കാരിന്റെ ശോഭ കെടുത്തുന്നുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിൽ തെറ്റൊന്നുമില്ലെന്നാണ് ഒറ്റ മൈനയ്ക്കും പറയാനുള്ളത്. 10ാം ക്ലാസ്സുകാരനായ പൊതുമരാമത്ത് മന്ത്രിയും പിന്നെ പ്രീ ഡിഗ്രിയിൽ പഠിത്തം അവസാനിപ്പിച്ച ത്രിതല പഞ്ചായത്ത് മന്ത്രിയും സതീശൻ സർക്കാരിൽ ഇപ്പോൾ ഭരണചക്രം തിരിക്കുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ നിന്നുള്ള 5 മന്ത്രിമാരിൽ നല്ല വിദ്യാഭ്യാസമുള്ളയാളെന്ന് വിശേഷിപ്പിക്കപ്പെട്ടയാളെയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാക്കിയതെങ്കിലും അദ്ദേഹവും കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് അവതരിപ്പിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടെന്നാണ് +2 പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നതിനിടയിൽ സംഭവിച്ച വലിയ പിഴവും അതിനുശേഷം സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ട്രോളുകളും കമന്റുകളും വ്യക്തമാക്കുന്നത്. 2ാം പിണറായി സർക്കാരിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന വി. ശിവൻകുട്ടിയുടെ നാവുളുക്കിനെ കണക്കറ്റ് പരിഹസിച്ച വലതുപക്ഷ സൈബർ പോരാളികളുടെ അണ്ണാക്കിൽ പഴം തിരികിയ അവസ്ഥയാണ് അവരുടെ സർക്കാരിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ 2,09,308 എന്ന കണക്ക് പ്രയോഗമെന്നും പറയാതെ വയ്യ. മന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ ഒരു വെറും മന്ത്രി അല്ലല്ലോ, കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയല്ലേ. 100ഉം 1000ഉം 10,000ഉം ലക്ഷവും 10 ലക്ഷവും കോടിയും ഒക്കെ അക്കപ്പെരുക്കം മനസ്സിലാക്കി കൃത്യമായി പറയാൻ പരിശീലിച്ചിട്ട് പത്രക്കാരെ കണ്ടിരുന്നെങ്കിൽ ഇത്ര വലിയ ഒരു നാക്കുപിഴവ് മന്ത്രിക്ക് വരില്ലായിരുന്നു എന്നാണ് പിന്നാമ്പുറ വാർത്തകൾ. 1957 EMS നമ്പൂതിരിപ്പാടിന്റെ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഏറെ ദീർഘവീക്ഷണവും പരന്ന വായനയും അറിവും ഉണ്ടായിരുന്ന മന്ത്രിയായിരുന്നു. ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യൻ എന്ന് പാടിയ കുഞ്ചൻ നമ്പ്യാരുടെ കാലത്ത് 51 അക്ഷരങ്ങൾ പഠിക്കണമായിരുന്നു. ഇപ്പോ 49 അക്ഷരങ്ങളെ മലയാള അക്ഷരമാലയിൽ ഉള്ളൂ എന്നാണ് ഭാഷാ പണ്ഡിത ശിരോമണികളും പാടി നടക്കുന്നത്. കഴിവും അതിലേറെ വിദ്യാഭ്യാസവുമുള്ള ഒട്ടേറെ പേർ MLA-മാരായുള്ള മുസ്ലിം ലീഗിന്റെ നേതൃത്വം മന്ത്രിമാരെ നിശ്ചയിക്കുമ്പോഴെങ്കിലും സീനിയോറിറ്റിയേക്കാൾ കൂടുതലായി പദവി വഹിക്കുന്നവരുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ കൂടി പരിഗണിച്ചും അതിനനുസരിച്ച് വകുപ്പുകൾ ഭാഗിച്ചു നൽകിയും മാതൃക കാണിക്കണമെന്നാണ് നാട്ടിലെ വോട്ടുകുത്തികൾക്കൊപ്പം ഒറ്റ മൈനയ്ക്കും പറയാനുള്ളത്.